ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ധാരാളം പേർ ഈ പ്രാർത്ഥനയിൽ ദിവസവും കൃത്യസമയത്ത് പങ്കെടുക്കുന്നവരുണ്ട്. ധാരാളം പേർ ഈ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകരുടെ കണ്ണുനീരൊപ്പാൻ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രാർത്ഥനയും ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ വീണ്ടും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ വന്നത് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നിങ്ങൾ ഓരോ ദിവസവും പകലും രാത്രിയിലും ഹീലിംഗ് പ്രേയേഴ്സിനോടൊപ്പം പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. ഞങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളെയും ഓരോ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളെ ഓർത്ത് നിങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തുള്ളവരായിരിക്കാം, അഥവാ നാട്ടിലുള്ളവരായിരിക്കാം, ജോലിയിൽ ഒത്തിരി തിരക്കുള്ളവരായിരിക്കാം, നിങ്ങൾ ഒത്തിരി പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരാകാം, ഒത്തിരി മനപ്രയാസങ്ങൾ നേരിട്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്തയുള്ളവരായിരിക്കാം. ഒരുപക്ഷെ ജീവിതം മടുത്തു, ഇനി എന്തിന് ജീവിക്കണം എന്നുപോലും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് നിങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തിയാലെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിൽ കൂടി അനേകർക്ക് ദൈവം വലിയ അത്ഭുതങ്ങളെ നേടിത്തന്നു എന്ന് അറിയാൻ സാധിച്ചതിൽ ഞങ്ങൾ ദൈവത്തിന് നിങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ എത്തിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ ദൈവം പ്രദാനം ചെയ്യും. അതിനാൽ നിങ്ങളുടെ ഈ തിരക്കേറിയ സമയത്തും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. നിങ്ങളുടെ ഏതാവശ്യങ്ങൾക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ലായിരിക്കാം. ഈ പ്രാർത്ഥന അല്പനേരം കേട്ട് ചിലപ്പോൾ നിങ്ങൾ മറ്റ് ജോലികളിൽ പോകുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഈ പ്രാർത്ഥന മുഴുവൻ കേൾക്കാൻ ആഗ്രഹത്തോടെ ഓണാക്കി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ചില സാഹചര്യങ്ങളിൽ മുഴുവനായി കേൾക്കാൻ സാധിക്കാത്തവരുണ്ട്. അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, ഇന്നത്തെ ഞാൻ കേൾക്കുന്ന വചനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ചില ആവശ്യങ്ങൾ നീ സാധിച്ചു തരണമേ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുന്നത് കാണാൻ എനിക്കിടയാകണമേ. ഈ പ്രാർത്ഥനയിൽ കൂടി നീ എന്നോട് സംസാരിക്കണമേ എന്ന് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് വചനം കേട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു,
മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നു എങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ വചനം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന ഈ തിരുവചനത്തിൻ്റെ ശക്തിയാലെ ചോദിക്കാൻ ഭയപ്പെടുന്ന, ചോദിക്കാൻ മനസ്സനുവദിക്കാത്ത എല്ലാ മക്കളെയും, എല്ലാ സഹോദരി സഹോദരങ്ങളെയും, മാതാപിതാക്കളെയും, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് അനവധി പേർക്ക് മറ്റുള്ളവരോട് ചോദിക്കാൻ, ദൈവത്തോട് പോലും ചോദിക്കാൻ സാധിക്കുന്നില്ല. ചോദിക്കുന്നത് ഒരു അവമതിയാണ്, ഒരു കുറച്ചിലാണ് എന്ന് പോലും കരുതുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർക്കാണ് ഈ വചനം നീ വിശുദ്ധ ബൈബിളിൽ കൂടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇന്ന് ദൈവമേ, നിന്റെ സന്നിധിയിൽ ചോദിക്കാൻ സാധിക്കാത്ത എല്ലാവർക്കു വേണ്ടിയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. പരസ്പരം കുടുംബാംഗങ്ങളോട് പോലും ചോദിക്കാൻ, ജീവിത പങ്കാളിയോട് പോലും, മാതാപിതാക്കളോട് പോലും ചോദിക്കാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന, സ്വന്തം ഈഗോയെ തകർക്കുന്ന ഒന്നും ചോദിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് കരുതിയിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും കർത്താവെ, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർ അറിഞ്ഞ് എന്നെ സഹായിക്കണം. ദൈവം അറിഞ്ഞ്, ഞാൻ ചോദിക്കാതെ എല്ലാം അറിയുന്ന ദൈവം അറിഞ്ഞിട്ട് എന്നെ സഹായിക്കണം എന്ന് കരുതിയ പല വ്യക്തികൾ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എൻ്റെ കർത്താവെ, ഞാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ അറിഞ്ഞ്, ദൈവം അറിഞ്ഞ് തന്നെ എല്ലാം നൽകുമായിരുന്നു എങ്കിൽ ഈ വചനത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. എന്നാൽ കർത്താവെ, ഈ വചനം നീ ഞങ്ങൾക്ക് നൽകിയത് ചോദിക്കാൻ മടിയുള്ളവർക്ക് അതിനുള്ള കൃപയ്ക്കു വേണ്ടി, അതിനുള്ള കൃപ നൽകുന്ന ഈ തിരുവചനം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ചോദിക്കാനുള്ള മടുപ്പ് മാറ്റി, ചോദിക്കാനുള്ള ഭയം മാറ്റി, ചോദിക്കാനുള്ള വിഷമം മാറ്റി ഇന്ന് ഞങ്ങളെ എളിമപ്പെടുത്തി നിന്നോടെന്തും ചോദിക്കാൻ കർത്താവെ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. നിന്നെ അനുസരിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഇന്ന് കർത്താവെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ നിന്നോട് ചോദിക്കുന്ന നിൻ്റെ അനുഗ്രഹങ്ങളെ, നിന്നിൽ നിന്നും മാത്രം ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ഇന്ന് എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് നൽകി, അവർ നിന്നോട് ചോദിക്കുന്ന നിൻ്റെ ആഗ്രഹങ്ങളെ, ഇപ്പോഴുള്ള അവരുടെ ഹൃദയത്തിൻ്റെ ആ പ്രാർത്ഥനയെ എൻ്റെ കർത്താവെ ഇന്ന് നീ കേൾക്കുകയും അവർക്കത് സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നോട് ചോദിക്കുന്നു. ദൈവമേ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ചോദിക്കാനുള്ള മടി മാറിപ്പോകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ചോദിച്ചാൽ എന്തെങ്കിലും കുറവെനിക്ക് പറ്റും എന്ന ഒരു തെറ്റായ ബോധ്യം മാറിപ്പോകട്ടെ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ചോദിക്കുന്നതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുന്ന എല്ലാ തെറ്റായ ബോധ്യങ്ങളിൽ നിന്നും കർത്താവെ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ. ചോദിക്കാനുള്ള ശക്തി തരണമേ, ചോദിക്കാനുള്ള കൃപ തരണമേ, ചോദിക്കാനുള്ള ധൈര്യം നൽകണമേ. ഞങ്ങളോട് കരുണയുണ്ടായി ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരും ദൈവമേ, നിന്നോട് ചോദിക്കുന്നത് നീ അവർക്ക് നൽകി. ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നിങ്ങൾ ഇന്ന് ചോദിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളെ കർത്താവ് ഏറ്റെടുത്ത് അത്ഭുതകരമാവണ്ണം ഇന്ന് നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും നിങ്ങളോട് കർത്താവ് കരുണ കാണിച്ച് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മ പ്രാർത്ഥിക്കണമേ, അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയെ നിരന്തരം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അമ്മ കൊടുക്കണമേ. ആമേൻ.